കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പഠനങ്ങളിൽ നാം വളരെ വേഗം അടുത്ത തലത്തിലേക്ക് മുൻപോട്ട് പോവുകയാണ്. തിരുസന്നിധി എന്നുള്ളത് കേവലം ഒരു മോർണിംഗ് ഡിവോഷൻ, രാവിലെ നമുക്ക് ലഭിക്കുന്ന ആശ്വാസപ്രദമായ ഒരു ദൂത് മാത്രമല്ല, വളരെ ഗഹനമായ വിഷയങ്ങൾ, പ്രാധാന്യം അർഹിക്കുന്ന പുതിയ നിയമ സത്യങ്ങൾ വളരെ ആഴത്തിൽ പഠിക്കുന്ന സമയമാണ് ഓരോ പ്രഭാതങ്ങളിലെയും ഈ പ്രാർത്ഥനാ സമയം. നാം ദീർഘദിവസങ്ങളായി ദൈവകൃപ എന്ന വിഷയം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ ക്രിസ്തുവിന്റെ മാറാത്ത പൗരോഹിത്യം, ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതൻ, ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത എന്ന വിഷയം എബ്രായ ലേഖനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ ഒരവസരം ഉപയോഗിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, ദൈവത്തിൽ വളരെ താഴ്മയോടെ, നാളുകളായി ദൈവാത്മാവ് എനിക്ക് നൽകിയ ഒരു ദൈവ നിയോഗം, എന്റെ പ്രിയ പ്രാർത്ഥനാ സഹകാരികളുമായി ശുശ്രൂഷയെ സ്നേഹിക്കുന്ന ക്രിസ്തു ഭക്തരുമായി ചേർന്ന് ഈ ചെറിയ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുകയും ഒന്നിച്ച് കഴിഞ്ഞ നാളുകളായി കൈത്താങ് നൽകുന്ന ധാരാളം വിശുദ്ധന്മാർ ഇതിന്റെ ശ്രോതാക്കളായിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ പഠനമല്ല നമ്മുടെ ഈ ദിവസങ്ങളിലെ ചിന്താ വിഷയം. എബ്രായ ലേഖനത്തിൽ നിന്ന് അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിൽ മാത്രമുള്ള ക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയുടെ പ്രത്യേകത നമുക്ക് പഠിക്കുവാൻ കഴിയും. മഹത്വസമ്പൂർണനായ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ അനുഷ്ഠിക്കുന്ന മഹാപൗരോഹിത്യ ശുശ്രൂഷയെ കുറിച്ച് മറ്റേത് പുതിയ നിയമ പുസ്തകത്തിലും ഉള്ളതിനേക്കാൾ ഉപരിയായി എബ്രായ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ആരിലും ഉന്നതനാണെന്നുള്ള, വലിയവനാണെന്നുള്ള, മഹാനാണെന്നുള്ള പ്രമേയം എബ്രായ ലേഖനത്തിൽ എഴുത്തുകാരൻ വളരെ കൃത്യമായി അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ക്രൈസ്റ്റ് അവർ ഹൈ പ്രീസ്റ്റ്, ക്രിസ്തു യേശുവിന്റെ മാറാത്ത പൗരോഹിത്യം, നിത്യ പൗരോഹിത്യം, ഇന്നും നമ്മുടെ മഹാപുരോഹിതനായി ക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, മധ്യസ്ഥ അടയ്ക്കുന്നു, ശുശ്രൂഷിക്കുന്നു എന്നുള്ള വിഷയം അടുത്ത ചില ദിവസങ്ങൾ സവിസ്തരം പഠിക്കുവാനും ധ്യാനിക്കുവാനും ഈ സന്ദർഭം നമുക്ക് വിനിയോഗിക്കാം. 1-ാം അധ്യായം മുതൽ 13-ാം അധ്യായം വരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠമായ നിത്യ പൗരോഹിത്യം എന്നുള്ള വിഷയം സസൂക്ഷ്മം വിലയിരുത്തുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവസങ്ങളിൽ എബ്രായ ലേഖനം വളരെ കുറച്ച് അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ പഠിക്കുകയും വളരെ ശക്തിയേറിയ ചില ദൂതുകൾ പരിശുദ്ധാത്മ നമുക്ക് വെളിപ്പെടുത്തി നൽകുവാൻ ദൈവസ്ഥലുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ ഇന്നിവിടെ ആരംഭിക്കും. നാം എബ്രായ ലേഖനം പഠിക്കുമ്പോൾ യേശുവിനെ മശിഹയായി അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്ന പല എബ്രായ ക്രിസ്ത്യാനികളും തങ്ങളുടെ വിശ്വാസത്തിൽ ചഞ്ചലചിത്തരായി തീർന്നു. അതുകൊണ്ട് അവർക്ക് ആവശ്യമായ പ്രബോധനങ്ങളും നിർദ്ദേശങ്ങളും നൽകുവാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. അതുകൊണ്ടാണ് ഈ ലേഖനത്തിൽ മുറുകെ പിടിക്കുക, പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക, അടുത്തു വരിക എന്നുള്ള പല പ്രയോഗങ്ങൾ കാണുവാൻ കഴിയുന്നത്. ഈ ലേഖനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ് ലേഖനത്തിൽ അപ്പോസ്തലൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്ന്, ന്യായപ്രമാണത്തിന്റെ എല്ലാവിധമായ ഉദ്ദേശ ലക്ഷ്യങ്ങളും ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് പഴയ നിയമത്തിന്റെ കർമാചാരങ്ങൾ ഇനിയും ആവശ്യമില്ല എന്ന് യഹൂദ ക്രിസ്ത്യാനികളെ ഈ ലേഖനം ബോധവൽക്കരിക്കുന്നു. 2, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ചിലർ യഹൂദ കർമാചാരത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ മുന്നറിയിപ്പ് നൽകി തടയുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഈ ലേഖനം എഴുതിയത്. 3, ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ എക്കാലത്തുമുള്ള വിശ്വാസികളെ ബോധ്യപ്പെടുത്തുവാൻ. ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ നമ്മൾ 1-ാം അധ്യായം മുതൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, സകല പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠൻ, യോശുവയെക്കാൾ ശ്രേഷ്ഠൻ, അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, എല്ലാ മഹാപുരോഹിതന്മാരെക്കാളും ശ്രേഷ്ഠൻ, ദേവാലയത്തെക്കാൾ വലിയവൻ, ന്യായപ്രമാണത്തെക്കാൾ വലിയവൻ, സകലത്തെക്കാളും വലിയവനായ അത്യുന്നതനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ ലേഖനത്തിലുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ നല്ലത്, വിശേഷേറിയത്, ഏറ്റവും നല്ലത് എന്നുള്ള പ്രയോഗങ്ങൾ ഈ ലേഖനത്തിൽ ആവർത്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ലേഖനം പഠിക്കുമ്പോൾ 5 വിധ മുന്നറിയിപ്പുകളാണ് നമുക്ക് ആദ്യം കാണാനുള്ളത്. ഒന്നാമത്തത്, ദൈവം കൽപ്പിക്കുന്നത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. 2, ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ആർക്കും ഇടയാകാതെ പോകരുത്. 3, വിശ്വാസത്യാഗത്തെയും ആത്മീയ മന്ദതയും സൂക്ഷിക്കുക എന്നുള്ളതാണ്. 4-ാമത്തെ വിഷയം, മനഃപൂർവ്വം പാപം ചെയ്യുന്നതിന്റെയും പിന്മാറ്റക്കാരുടെ നാശമാണ്. 5, പാപത്തെയും യേശുവിനെ നിരസിക്കുന്നതിനെയും സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലേഖനം വിശ്വാസത്തിന് പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ ആഹ്വാനം നൽകുന്നത്. പ്രത്യാശയുടെ ഏറ്റുപറച്ചിലിന് ഈ ലേഖനം പ്രാമുഖ്യം നൽകുന്നു. നാൾ സമീപിക്കുന്നതോറും അധികം ചെയ്യണമെന്ന് ഈ ലേഖനം നമ്മളോട് ആവശ്യപ്പെടുന്നു. എല്ലാവരും സത്യത്തിന് പരിജ്ഞാനം പ്രാപിക്കണമെന്ന് ലേഖനകർത്താവ് നമ്മെ നിർബന്ധിക്കുന്നു. ദൈവത്തോടെ ചവിട്ടിക്കളയുകയോ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയോ നമ്മെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണുകയോ ചെയ്യരുത് എന്ന ഒരു താക്കീത് ഈ ലേഖനം നമുക്ക് നൽകുന്നു. അതുകൊണ്ട് പിന്മാറുക, ഹൃദയം കഠിനപ്പെടുക, ഒഴുകിപ്പോവുക, ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുക, സഭായങ്ങളെ ഉപേക്ഷ വിചാരിക്കുക, വിവാഹ ജീവിതത്തെ വിശുദ്ധമായി സൂക്ഷിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള വലിയ പ്രബോധനങ്ങൾ, മുന്നറിയിപ്പുകൾ ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്നുള്ള വിഷയം നാം പഠിക്കുമ്പോൾ എബ്രായർ 1-ാം അധ്യായം മുതൽ തന്നെ ആ ശ്രേഷ്ഠത വെളിപ്പെട്ട് വരികയാണ്. നമുക്ക് 1-ാം അധ്യായത്തിൽ തന്നെയുള്ള ചിന്തകൾ ഇന്നു മുതൽ തുടങ്ങാം. വളരെ ആഴമേറിയ ഒരു പഠനമാണ് ഈ ദിവസങ്ങളിൽ നാം പഠിക്കുവാൻ പോകുന്നത്. നാം കൃപയുടെ പഠനം വളരെ വിശാലമേറിയ ഒരു ടോപ്പിക് ആയിരുന്ന പോലെ തന്നെ ക്രിസ്തുവിന്റെ മാറാത്ത പൗരോഹിത്യം വളരെ വിശദമായി തന്നെ പുതിയ നിയമസഭ
പഠിക്കേണ്ടതാണ്. കാരണം പഴയ നിയമത്തിൽ എന്തുകൊണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ പുതിയ നിയമത്തിന്റെ സവിശേഷതകൾ. മൃഗങ്ങളുടെ രക്തം മൂലം സ്ഥാപിതമായ പഴയ നിയമം നിഴലും ക്രിസ്തുവിന്റെ രക്തം മൂലം സ്ഥാപിതമായ പുതിയ നിയമം പൊരുളുമാണ്. ക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗം ലേവ്യ യാഗങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുന്നു. അഹരോന്യ പൗരോഹിത്യവും പഴയ നിയമവും മൽക്കീസദക്കിന്റെ ക്രമപ്രകാരമുള്ള ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിനും പുതിയ നിയമത്തിനും വഴിമാറിക്കൊടുത്തിരിക്കുന്നു. ഈ പ്രമേയമാണ് ലേഖനത്തിന്റെ കേന്ദ്ര വിഷയം. പുതിയ നിയമം എന്നുള്ള വാക്കിന്റെ ഏറ്റവും മനോഹരമായ പ്രൗഢഗംഭീരമായ വിശദീകരണമാണ് എബ്രായ ലേഖനത്തിലുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ വാക്യം മുതൽ തന്നെ നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം പണ്ട് ഭാഗമായിട്ട് അങ്ങനെ തുടങ്ങി വരുമ്പോൾ വളരെയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഭാഗമായിട്ട് നാം സമയത്തിൽ ചിന്തിക്കുന്ന പോലല്ല ദൈവം സമയത്തെ കാണുന്നത്. ദൈവം മോശയിൽ കൂടി സംസാരിച്ചു. അതിനു മുമ്പ് അബ്രഹാമിനോട് സംസാരിച്ചു. അബ്രഹാമിനോട് ദൈവം സ്വപ്നത്തിൽ കൂടി അല്ലെങ്കിൽ ദൂതന്മാരോട് നേരിട്ടുള്ള ഇടപെടൽ ദൈവിക ദൂതന്മാർ അബ്രഹാമിന്റെ കൂടാരത്തിൽ സന്ദർശിക്കുന്നു. ദൈവം അബ്രഹാമിനോട് പല കാര്യങ്ങൾ വ്യക്തമായി മെസൊപ്പൊത്താമിയിലെ ഊരിൽ വെച്ച്, കനാനിൽ വെച്ച്, മോറിയയിൽ വെച്ച് പേർ ചൊല്ലി വിളിച്ച് അബ്രഹാമിനോട് ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം. എന്നാൽ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചപ്പോൾ താൻ മോശയോട് സംസാരിച്ച കാര്യങ്ങൾ അവനോട് പറഞ്ഞില്ല. ന്യായപ്രമാണത്തെക്കുറിച്ച് യാതൊന്നും ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തില്ല. ദൈവം അബ്രഹാമിന് 10 കൽപ്പനകൾ നൽകിയില്ല. പിന്നീട് ദൈവം മോശയ്ക്കാണ് 10 കൽപ്പനകൾ പറഞ്ഞു കൊടുത്തത്. തന്റെ വംശത്തിൽ ഒരു രാജാവ് വരുമെന്നും അവൻ ലോകരക്ഷകനായിരിക്കുമെന്നും ദൈവം ദാവീദിനോടാണ് അരുളി ചെയ്തത്. എന്നാൽ ഇപ്രകാരം ഒരു സിംഹാസനത്തെക്കുറിച്ചും രാജ്യത്വത്തെക്കുറിച്ചും ഒരു പുത്രനെ കുറിച്ചൊന്നും അബ്രഹാമിനോടും മോശയോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇസ്രായേലിന് ഭൗമികനായ ഒരു രാജാവ് ഉണ്ടായിരിക്കരുതെന്നും ദൈവം അവരുടെ രാജാവായിരിക്കുമെന്നും പറയുന്ന ഒരു ന്യായപ്രമാണം ദൈവം മോശയ്ക്ക് കൊടുത്തു. ദൈവം രാജാവായിരിക്കുന്ന, ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ലോകത്തിലെ ഒരേ ഒരു വംശം അല്ലെങ്കിൽ വർഗം തന്റെ ജനമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. നമുക്കിതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വിചിന്തനം ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കും.